പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ് മൊഴിയെടുക്കുന്നത്. പറവൂരിലെ ജി സുധാകരന്റെ വീട്ടിലെത്തിയാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. രഘുനാഥ് നാരായണൻ നൽകും വിവരങ്ങൾ. രഘു, വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കമ്മീഷൻ ഈ വെളിപ്പെടുത്തലിനെ കാണുന്നത്, അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ദ്രുതഗതിയിൽ തന്നെ. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു 5ഓളം ഉദ്യോഗസ്ഥർ ഇവിടെ പറവൂരിലെ ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. ഒരു മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ളൊരു കേസെടുത്ത് അന്വേഷണം നടത്താൻ വേണ്ടി ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് നമ്മൾ ജി സുധാകരനുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ചു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാളെ ഇത് മൊഴിയൊക്കെ എടുത്തതിന് ശേഷം, കൂടുതൽ ആലോചിച്ച ശേഷം നാളെ പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് അനൗദ്യോഗികമായി നമ്മളോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് NGO യൂണിയൻ്റെ പരിപാടിയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, നമ്മൾ ഈ യൂണിയൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ള ആളുകൾ ചിലരെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFിനോട് ഒപ്പം നിൽക്കുന്നില്ല. അങ്ങനെ പല ഉദ്യോഗസ്ഥരുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ പണ്ടേ ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥരൊക്കെ NGO യൂണിയൻ്റെ ഭാഗമായി നിൽക്കുകയും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എതിർചേരിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളൊരു രീതിയുണ്ട്. അത് പലപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും അതിനു വേണ്ടിയുള്ളൊരു മാൽ പ്രാക്ടീസ്, കള്ളത്തരം നടത്തി അത് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ശക്തമായ നിയമവും വലിയ അധികാരങ്ങളെ മുഴുവൻ, അതിന്റെ നടപ്പ് മാർഗങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെയും പല അഭ്യൂഹങ്ങളും ആരോപണങ്ങളും CPM-നെതിരെയൊക്കെ തന്നെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിവെക്കുകയാണ് ഒരു മുതിർന്ന ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല, മുൻ മന്ത്രിയാണ് അദ്ദേഹം, മുൻ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം, മുൻ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ഇതിനെ കാണേണ്ടി വരും. പ്രതീക്ഷ, കാരണം ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. എന്ന് മാത്രമല്ല, ഒരു അരനൂറ്റാണ്ടെടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ CPM-ന്റെ അല്ലെങ്കിൽ LDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ, പ്രചാരണത്തിൽ എല്ലായിടത്തും സജീവമായി ഇടപെടൽ നടത്തിയിട്ടുള്ള മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അടക്കം ഈ വിഷയം ഏറ്റെടുക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ പറഞ്ഞത്, സുധാകരൻ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞത് നന്നായി. കാരണം അദ്ദേഹം ആ വക്കം പുരുഷോത്തനുമായി, അല്ലെങ്കിൽ അന്നത്തെ ആ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടനാട്ടിൻ്റെ അടക്കം ബൂത്ത് പിടുത്തം ഉണ്ടാകുകയും ബാലറ്റ് പെട്ടി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ പരമാവധി അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് മാത്രമല്ല, ഇപ്പോഴും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലടക്കം വോട്ടർ പട്ടികയിൽ കള്ളപ്പേര് ചേർക്കാൻ LDFും CPM-ഉം ഒക്കെ വ്യാപകമായി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ്റെ ഇത്തരം വെളിപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എങ്ങനെയൊക്കെയാണ് CPM അനാവശ്യമായി ഇടപെടൽ നടത്തുന്നത്, കള്ളത്തരം കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് മുതിർന്ന നേതാവ് ജി സുധാകരൻ പറഞ്ഞത്. അതിനെ അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനും ഇത്തരത്തിൽ അതായത് CPM പല ഘട്ടത്തിലും പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വ്യാപകമായ പ്രചരണം നടത്തുന്നതിനെക്കുറിച്ച് പാർട്ടിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു ആലപ്പുഴ ജില്ലയിലെ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് ഒരു കൂസലുമില്ലാതെയാണ് സുധാകരൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്താണ്, അത് കേസെടുക്കാൻ മറ്റ് നിവർത്തികളില്ല. ആ സംവിധാനത്തെ, സിസ്റ്റത്തെ അടക്കം ചോദ്യം ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രക്രിയ തപാൽ വോട്ടിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. അതായത് EVM-ൽ ക്രമക്കേടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലും ഈ നീതിയുക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ സമീപിച്ചിട്ടില്ല CPM എന്ന ചർച്ചകളിലേക്ക് വഴിവെക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. അപ്പോൾ പാർട്ടിയെ നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ നടപടിയിലേക്ക് പോയേ പറ്റുകയുള്ളൂ. ജി സുധാകരൻ കേരള രാഷ്ട്രീയത്തിലെ തന്നെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹം അഴിമതിക്കാരനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സർക്കാരിൻ്റെ പല നിലപാടുകളെയും ഒക്കെ വിമർശിച്ച് അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്തുള്ളതാണ്. ഈ പ്രസംഗത്തിൽ തന്നെയാണ് ഇന്നലെ ജനീഷ് കുമാറിനെയും അദ്ദേഹം വിമർശിച്ചത്. പക്ഷേ ആ വിമർശനങ്ങൾ ഉൾപാർട്ടി വിമർശനങ്ങളുടെ ഭാഗമായി തന്നെ നടത്തുന്ന വിമർശനമാണ് പരസ്യ വിമർശനമെന്ന് ജി സുധാകരൻ തന്നെ പറയുമ്പോൾ അദ്ദേഹം പക്ഷേ ഇത്തവണ വിമർശിച്ചത് രാജ്യത്തെ തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെയാണ്. അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ അദ്ദേഹം
കൂടെ പങ്കാളിയായി നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ചും നിയമവിരുദ്ധമായ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിനയായത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പക്ഷേ ജി സുധാകരൻ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പ്രസംഗം നടത്തിയപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന 3 പതിറ്റാണ്ട് മുൻപ് നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു തെളിവുകൾ, അതായത് ജി സുധാകരൻ ബോധപൂർവമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചട്ടവിരുദ്ധമായി ഇടപെട്ടു, ക്രമവിരുദ്ധത കാണിച്ചു എന്ന് തെളിയിക്കുക എന്നുള്ളത് നിയമപരമായ വെല്ലുവിളിയാണ് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ജി സുധാകരൻ 36 വർഷം മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അപ്പോൾ ഇത് നിയമപരമായി ഇതിൽ കേസെടുത്ത് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അന്നത്തെ കാലഘട്ടത്തിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ മൊഴിയെടുക്കാൻ വരുന്നു. ആ മൊഴിയെടുപ്പിൽ ഈ വെളിപ്പെടുത്തിയ വ്യക്തി തന്നെയാണ് അവർക്ക് മൊഴി നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ മുന്നിലുള്ളത് ഈ ഒരു ശബ്ദ ശകലങ്ങളാണ്, ദൃശ്യ ശകലങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് എത്രത്തോളം ചലഞ്ചുള്ള, വെല്ലുവിളിയുള്ള നിമിഷങ്ങളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം, ഇവരെ സംബന്ധിച്ചോളം എത്തിയിരിക്കുന്ന, മൊഴിയെടുക്കാൻ എത്തിയിരിക്കുന്ന കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരു പൊതുസമ്മേളനത്തിൽ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഞാൻ നടത്തിയ പ്രസംഗമാണ് എന്നുള്ളതായിരിക്കും ജി സുധാകരൻ്റെ ആദ്യത്തെ നിലപാട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കും. അതായത് NGO അദ്ദേഹത്തിൻ്റെ വിമർശന പ്രസംഗം നമ്മൾ കേട്ട് വന്നാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്ന പല ആളുകളും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പാർട്ടിയോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം, ഉദ്യോഗസ്ഥരെ അവരുടെ ഒരു പരിപാടിയിൽ വെച്ച് അവരെ അല്പം ഭീഷണിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ കള്ളൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ സുധാകരന് ഒഴിയാൻ വേണ്ടി സാധിക്കും. അതാ അദ്ദേഹം അങ്ങനെ ഒരു കള്ളമാണോ സത്യമാണോ എന്ന് അദ്ദേഹമാണ്, നമുക്കറിയില്ല, അദ്ദേഹമാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു മൊഴി, എന്താണ് അദ്ദേഹം മൊഴി നൽകുന്നത് എന്നുള്ളതാണ്. 36 വർഷം മുൻപ് താനും തൻ്റെ CPM പ്രവർത്തകരും ചേർന്ന് നടത്തിയ ബാലറ്റ് തിരിമറിയുമായി ബന്ധപ്പെട്ട്, തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു സമ്മേളനത്തിൽ ജി സുധാകരൻ പറയുന്നത്. ആ പറച്ചിലിനെ വെറുതെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് CPMമായി ബന്ധപ്പെട്ട് പഴയ കാലങ്ങളിലൊക്കെ ബൂത്ത് പിടുത്തം, കള്ളവോട്ട്, ബാലറ്റിൽ കള്ള പേരുകൾ തിരികെ ചേർക്കുന്നതടക്കം ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി അവരത് ഉയർത്തിയ സമയമായതുകൊണ്ട് ഒരു മുതിർന്ന നേതാവിന്റെ വാക്കുകളിൽ നിന്നും, വായിൽ നിന്നും തന്നെ ഇങ്ങനെ കാര്യങ്ങൾ വീഴുമ്പോൾ അതിനൊരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട്.